കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ അപ്പീൽ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിബിഐ അന്വേഷണ ആവശ്യം നിരസിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തു. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം ഭാര്യ മഞ്ജുഷ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. അവരുടെ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അപ്പീൽ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിലെത്തിയത്. ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് സിംഗിൾ ബെഞ്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് സിബിഐക്ക് ഈ കേസ് ഇപ്പോൾ കൈമാറാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മഞ്ജുഷയുടെ അപ്പീൽ ഹർജി ഡിവിഷൻ ബെഞ്ചും തള്ളുകയാണ് ഉണ്ടായത്. കോടതി കുറേ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, ചില സംശയങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ ഹർജിക്കാരി സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നത്. പക്ഷേ സംശയം യുക്തിപരമാവണം, സാങ്കല്പികമാവരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇതിലൊരു സുതാര്യത കുറവ് കോടതിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരട്ടെ എന്നാണ് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന പോലീസിനെതിരെ ആക്ഷേപം ഉണ്ട്, അങ്ങനെ ഉന്നയിച്ചു എന്നതുകൊണ്ട് മാത്രം അത് മറ്റൊരു ഏജൻസി അന്വേഷിക്കാൻ തക്ക കാരണമല്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം സിബിഐ അന്വേഷണം മതി എന്ന് ഈ ഉത്തരവിലുണ്ട്. മാത്രമല്ല, അന്വേഷണം സുതാര്യമല്ല എന്ന് ഇപ്പോൾ കരുതാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇൻക്വസ്റ്റിൽ പിഴവുണ്ട് എന്നുള്ളതാണ് ഹർജിക്കാരിയുടെ ഒരു ആക്ഷേപം. അതൊന്നും കേസ് ഡയറിയിൽ നിന്ന് കോടതി കണ്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി കൊലപാതകമാണോ എന്ന ഹർജിക്കാരുടെ സംശയം, അത് സിംഗിൾ ബെഞ്ച് തന്നെ അത് പരിശോധിക്കണം എന്ന കാര്യം അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതിയ കാര്യം അതിലില്ല. മാത്രമല്ല, രാഷ്ട്രീയ തർക്കമല്ല ഇത് കൊലപാതകമാണ്, രാഷ്ട്രീയ തർക്കം മൂലം ഉണ്ടായൊരു കൊലപാതകമൊന്നും അല്ല നവീൻ ബാബുവിൻ്റെ മരണം എന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭരണസ്വാധീനം എന്ന ആക്ഷേപത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കുടുംബത്തിന് സംശയമുണ്ട് എന്നതുകൊണ്ട് മാത്രം സിബിഐയിലേക്ക് ഈ അന്വേഷണം പോകണം എന്ന നിലപാട് സ്വീകരിക്കാൻ കോടതിക്കാവില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ ഒരു കേസാണിത്. ആ കേസിൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു. സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് സുതാര്യമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. അത് മുഖവിലക്കെടുത്തും അത് അംഗീകരിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചും, ആദ്യം സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും സർക്കാരിൻ്റെ വാദങ്ങൾക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.